നമസ്കാരം, എല്ലാവർക്കും ഐറാസ് പാരഡൈസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരായ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര പ്രശ്നം അല്ലെ ആകുലതയാകുന്ന ഒരു വിഷയമുണ്ട്, അമിതമായിട്ടുള്ള രോമ വളർച്ച. അപ്പൊ അവരുടെ ശരീരത്തിന്റെ പല ഭാഗത്തും മുഖത്തും താടിയിലും നെഞ്ചിലൊക്കെ ഇങ്ങനെ അമിതമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടാവുന്നത് അവർക്ക് ഭയങ്കര പ്രയാസമാണ്. ഹെർസ്യൂട്ടിസം എന്ന പദമാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മെയിൽ ഹോർമോണിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്ത് മെയിൽസിന്റെ പാറ്റേണിൽ, അതായത് പുരുഷന്മാരുടെ ശരീര പാറ്റേൺ പോലെ നമ്മുടെ താടിയിലും അതുപോലെ തന്നെ മീശയുടെ ഭാഗത്തും നെഞ്ചിന്റെ ഭാഗത്തും അതുപോലെ കക്ഷത്തിന്റെ സൈഡിലും വയറിന്റെ ഭാഗത്തും ഒക്കെ അമിതമായിട്ടുള്ള രോമവളർച്ച വരുന്ന കണ്ടീഷനെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ കണ്ടീഷൻ സാധാരണഗതിയിൽ കാണുന്നത്? ഇതിന്റെ കാരണം എന്താണ്? ഇത് എന്തെല്ലാം അസുഖങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് എന്നൊക്കെയാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ചില കണ്ടീഷനിൽ ഇത് പാരമ്പര്യമായിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ഫാമിലിയിലെ പല മെമ്പേഴ്സിനും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നതായിരിക്കും അതിന്റെ മെയിൻ റീസൺ. അതുപോലെ തന്നെ മിക്ക കേസിലും ഇത് PCOS അല്ലെങ്കിൽ PCOD, പോളിസിസ്റ്റിക് ഓവറിൻ ഡിസോർഡർ അല്ലെങ്കിൽ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ അമിത രോമ വളർച്ച, അതുപോലെ തന്നെ അവർക്ക് മാസമുറ തെറ്റുക, അവർക്ക് മുഖക്കുരു ഉണ്ടാകുക, വണ്ണം വെക്കുക, ഇതൊക്കെ ലക്ഷണങ്ങളാണ്. അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷണമാണ് അമിതമായിട്ടുള്ള രോമ വളർച്ച. ഇതാവാനാണ് മിക്ക കേസസിലും കാരണം. 80% കേസസ് നോക്കുകയാണെങ്കിൽ അവർക്ക് PCOS അല്ലെങ്കിൽ PCOD ഉണ്ടാവും. അത് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കണം. മറ്റൊരു കണ്ടീഷനിൽ പറയുകയാണെങ്കിൽ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ട്യൂമറിന്റെ ഒരു ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള അമിത രോമ വളർച്ച ഉണ്ടാവാനുണ്ട്. അത് പക്ഷെ അത്ര നാച്ചുറൽ ആയിട്ട് കാണുന്നതല്ല, അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. വളരെ റെയർ ആയിട്ട് മാത്രം ആൾക്കാരിൽ കാണപ്പെടുന്ന ഒരു വിഷയമാണ് അത്. അതുപോലെ എന്തെങ്കിലും മരുന്നുകൾ, നമ്മളിപ്പോൾ ഷുഗറിനാവട്ടെ അല്ലെങ്കിൽ നമ്മൾ കൊളസ്ട്രോളിനാവട്ടെ, ഹൈ ഡോസസ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് ചില ടീനേജേഴ്സിൽ ഇത്തരത്തിൽ അമിതമായിട്ടുള്ള രോമ വളർച്ച വരാറുണ്ട്. അത് അവരുടെ ഒന്നെങ്കിൽ അവരുടെ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ടുള്ള മെഡിസിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടും ഇതിനെ പറയാം. നേരത്തെ നിങ്ങളോട് പറഞ്ഞു PCOD അല്ലെങ്കിൽ PCOS അത് കാരണം ഇത്തരത്തിലുള്ള അമിതമായ രോമ വളർച്ച ഉണ്ടാവാമെന്ന്. എങ്കിൽ ചിലർക്കേലും എന്താണ് ഈ PCOD എന്ന് അറിയാത്തവരുണ്ടായിരിക്കും അല്ലെ. നമ്മുടെ ഓവറിക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ അണ്ഡാശയത്തിന് ചുറ്റും സിസ്റ്റുകൾ ഉണ്ടായിട്ട് അവിടെ നമ്മുടെ പുരുഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഒരു പ്രക്രിയയാണ് നമ്മൾ PCOD എന്ന് പറയുന്നത്. ഇത് നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് അത് ടെസ്റ്റ് ചെയ്തെടുക്കാം. USG വഴി നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് എന്തെങ്കിലും സിസ്റ്റ് ഫോർമേഷൻ ഉണ്ടോ എന്ന്. ഇല്ലെങ്കിൽ നമുക്ക് ഹോർമോണൽ ടെസ്റ്റസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് PCOSന്റെ റീസൺ കൊണ്ടാണോ ഇത്തരത്തിലുള്ള അമിത രോമ വളർച്ച ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഇത്തരത്തിലുള്ള അമിത രോമ വളർച്ച നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ തടയാം. ഒന്ന് നമുക്ക് ടെമ്പററി ആയിട്ട്, താൽക്കാലികമായിട്ട് നമുക്ക് അതിനെ തടയാം. ഒന്ന് നമുക്ക് പെർമനന്റ് ആയിട്ടും തടയാം. താൽക്കാലികമായിട്ട് നമ്മൾ ഇങ്ങനെ തടയുന്നതിൽ വരുന്നത് ത്രെഡിങ്, ബ്ലീച്ചിങ്, അതുപോലെ നമ്മൾ വാക്സിങ് ഒക്കെ ചെയ്യുന്ന വഴി നമുക്ക് താൽക്കാലികമായിട്ട് ഈ രോമ വളർച്ചയെ നമുക്കൊന്ന് തടയാം. അതുവഴി പക്ഷെ നമുക്ക് കുറച്ച് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ബ്ലീച്ചിങ് ചെയ്യുവാണെങ്കിലോ ത്രെഡിങ് ചെയ്യുവാണെങ്കിലോ നമുക്ക് പിന്നെയും ചെയ്യേണ്ടി വരും. രോമം വളർന്നതിനനുസരിച്ച് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് വഴി നമ്മുടെ രോമകൂപങ്ങൾക്ക് അലർജിക് അണുബാധ വരാനുള്ള ചാൻസസ് ഉണ്ട്, അലർജിക് കണ്ടീഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്, നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ തന്നെ മാറാനുള്ള ചാൻസസ് ഉണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്ന് ഭയങ്കര ഹാർഡായിട്ടും നമ്മുടെ സെൻസിറ്റീവ് ആവാനൊക്കെ ചാൻസസ് ഉണ്ട്. എല്ലാവർക്കും വളരെ ഡൗട്ട് ആയിട്ടുള്ള കാര്യമാണ് ആയുർവേദത്തിൽ ഇതിന് മരുന്നുണ്ടോ എന്ന്. ആയുർവേദത്തിൽ ഇതിന് മരുന്നുണ്ട്, പക്ഷെ അത് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്ന് പെട്ടെന്ന് അങ്ങനെ സഡൻ ആയിട്ട് ചേഞ്ച് ആവാൻ പറ്റത്തില്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ നാട്ടിലൊക്കെ പൊന്നരിത്താലം അല്ലെങ്കിൽ പൊന്നിത്താലം എന്നൊക്കെ പറയുന്ന നമ്മുടെ ആയുർവേദത്തിലെ ഒരു രസഗുണത്തിൽ വരുന്ന ഹരതാലം എന്ന് പറഞ്ഞൊരു മഞ്ഞ കളറുള്ള കല്ലാണ്. അത് നമ്മൾ നന്നായിട്ട് പൊടിച്ച് കുറച്ച് വെള്ളത്തോട് ചേർത്ത് നമ്മൾ മുഖത്ത് എവിടെയൊക്കെയാണോ നമുക്ക് അമിതമായിട്ടുള്ള രോമ വളർച്ച അവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കുക, അതൊരു പോയിസണസ് ആയിട്ടുള്ള ഒരു കല്ലാണ്. അപ്പൊ അതൊരിക്കലും നമ്മുടെ ഉള്ളിൽ പോകാൻ ഇടവരുത്തരുത്. ഈ ഹരിതാലം എന്ന് പറയുന്നത് മഞ്ഞ കളർ കല്ല് ഭയങ്കര ഹാർഡാണ്. നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ മീശയുടെ ഭാഗത്തും താടിയുടെ ഭാഗത്തും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഒക്കെ അത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളം ഒരു കോട്ടൺ തുണിയിലൊക്കെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇത് കളയാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ എന്ന് പറയുന്നത് ലോമശാദന തൈലം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആയുർവേദത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു തൈലമാണ്. അത് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ ഹരിതാലമാണ്. ഹരിതാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് പോയിസൺ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഹരിതാലം. ഹരിതാലം മാത്രമല്ല, അതിന്റെ കൂടെ കദളിവാഴ, ശംഖഭസ്മം, മഞ്ഞള്,
കടുകെണ്ണ, ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നതാണ് ഈ എണ്ണ. അപ്പൊ ഇത് നിങ്ങളുടെ രോമ വളച്ചുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂറൊക്കെ അത് അവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ രാത്രിയൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് രാത്രി തന്നെ അത് കഴുകിക്കളയണമെന്നില്ല. 1 മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുഖം കഴുകിയെടുത്താൽ മതി. വളരെ നല്ല റിസൾട്ട് തരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഹോം റെമഡീസിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മഞ്ഞൾ വളരെ നല്ലതാണ്. അപ്പൊ സഡൻ ആയിട്ടൊരു ചേഞ്ച് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടെങ്കിലും കാലക്രമേണ നന്നായിട്ട് മാറുന്നതാണ്. അപ്പൊ അതിന് ചേരുന്ന ഒരു പാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന്റെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ഒന്നെങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുക്കുക, അല്ലെങ്കിൽ സാധാരണ മഞ്ഞൾ എടുക്കുക. അതിന്റെ കൂടെ നാരങ്ങ നീരും തേനും അതുപോലെ തന്നെ കപ്പളങ്ങ നമ്മൾ ഉണ്ടെങ്കിൽ കപ്പളങ്ങയും കൂടെ നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒരു പാക്ക് പോലെ ആക്കിയിട്ട് നിങ്ങളുടെ രോമം വളച്ചുള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായി റബ്ബ് ചെയ്ത് കൊടുക്കണം. നന്നായി റബ്ബ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കളയാവുന്നതാണ്. അടുത്തൊരു ഫേസ് പാക്കും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതിനാവശ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ 2 സ്പൂൺ കടലമാവ്, 1 സ്പൂൺ പഞ്ചസാര, അതിന് ചേരുന്ന വെള്ളം, അതായത് കുഴമ്പ് പരുവത്തിൽ കിട്ടുന്ന രീതിയിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓപ്ഷണൽ ആണ്, മഞ്ഞൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ രോമ വളച്ചുള്ള മീശയുടെ ചുറ്റും അല്ലെങ്കിൽ താടിയുടെ ഭാഗത്തൊക്കെ നിങ്ങൾ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നീട് നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് നേരം അത് അവിടെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെറു തണുത്ത വെള്ളത്തിൽ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് കഴുകിക്കളയാവുന്നതാണ്. അപ്പൊ ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ കുറച്ച് പേർക്കെല്ലാം ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.